ഈശ്വമിശിയായി സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഷിബിൻ ദാസ്. ഡിസംബർ മാസത്തിലെ പൊൻപുലരിയിലെ 11-ാം ദിനത്തിൽ കാലത്തൊഴുത്തിലെ ഉണ്ണിയെ തേടി എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ക്രിസ്തുമസിന്റെ സമ്പൂർണ്ണ സുവിശേഷം എമ്മാനുവേൽ എന്ന നാമത്തിൽ ഒതുങ്ങുന്നു. ദൈവം നമ്മോടുകൂടെ എന്നാണ് ഈ നാമത്തിനർത്ഥം. ദൈവം ഏശയ്യാ പ്രവാചകൻ വഴി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഈ പ്രവചനത്തിന്റെ പൂർണ്ണത നാം ക്രിസ്മസിൽ കാണുന്നു. പാപം കാരണം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്കായി മനുഷ്യനായി പിറന്നതാണ് ക്രിസ്മസ്. ക്രിസ്തുവിന്റെ ജനനത്തിലൂടെ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന അനുഭവമാണ് നൽകിയത്. ഈ അനുഭവമാണ് ഈശോയെ സന്ദർശിച്ച ആട്ടിടയർക്കും പൂജ രാജാക്കന്മാർക്കും ഉണ്ടായത്. അതുവഴി സന്തോഷവും സമാധാനവും നിറഞ്ഞ പുതിയൊരു ജീവിതം അവർക്കുണ്ടായി. കുടുംബത്തിലും സമൂഹത്തിലും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്ന അനുഭവം ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ക്രിസ്മസ് കാലത്ത് വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടും സന്തോഷവും നന്മയും നിറഞ്ഞ സാന്നിധ്യം കൊണ്ടും ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്ന അനുഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇമ്മാനുവേൽ എന്ന ക്രിസ്മസ് സന്ദേശം പൂർണ്ണമാകും. ക്രിസ്മസിനെ കാത്തിരിക്കുന്ന ഈ ദിനങ്ങളിൽ ദൈവാനുഗ്രഹവും സമാധാനവും നിറഞ്ഞ ഒരു പുതുജീവിതം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാലത്തൊഴുത്തിലെ ഉണ്ണിയെ തേടി എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.